ബിഗ് ബോസ് കണ്ടവർ നമുക്ക് വോട്ട് ചെയ്യുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും. കാരണം അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം ഞാൻ അതിൽ നിന്നും 1% പോലും മാറിയിട്ടില്ല. എന്റെ ഫേസ് ഒരാൾക്ക് തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം. 2020 ഇവന് കൊടുത്തത് തന്നെ തൃക്കാക്കരല്ലേ. അവിടെ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അവിടെ കൂടുതലും ക്രിസ്ത്യൻസിന്റെ ഒരു ഇതാണ്, ആ ബെൽറ്റാണ്. നേരെ മറിച്ച് തിരിച്ച് ഇയാൾക്ക് വല്ല കൊട്ടാരക്കരെ കൊടുത്തിരുന്നെങ്കിലും അല്ല വേറെ ഏതെങ്കിലും നല്ല സീറ്റിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേനെ. പക്ഷേ ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇവനെ കോൺഗ്രസ്സുകാർ തഴഞ്ഞു വിട്ടത്. കാരണം ഇവനെ ഒരു സീറ്റൊക്കെ കൊടുക്കാനൊക്കെയുള്ള യോഗ്യത ഉണ്ടായിരുന്നു. തോക്കുന്ന ഒരു സീറ്റൊക്കെ കൊടുക്കായിരുന്നു. ഇവന്റെ വാചകവടിയും നാട്ടുകാരെ പറ്റിപ്പൊക്കെ കൊണ്ട് ഇവൻ ചിലപ്പോൾ ജയിച്ചും പോയേനെ. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ അവന്റെ കയ്യിരിപ്പ് വേറെ അല്ലേ. നീ കോൺഗ്രസിന്റെ നേതാക്കളെ എല്ലാത്തിനും നീ തള്ളക്കി വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് മനഃപൂർവ്വം തന്നെയാണ് നിനക്ക് കോൺഗ്രസ് സീറ്റ് തരാത്തത് എന്ന് നീ മനസ്സിലാക്കുക. ഇനിയെങ്കിലും ആരാറെ മര്യാദയ്ക്ക് നിൽക്ക്. നിന്നെ BJP പോലും അടുപ്പിക്കത്തില്ല. കാരണം നീ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നീ മോഡിയായിരിക്കും നീ ആദ്യം തന്തയ്ക്ക് വിളിക്കുന്നത്. അത് BJPക്കാർക്ക് നല്ലോണം അറിയാം. പിന്നെ നിനക്ക് കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചാടി 2020 വന്നുകൊണ്ട് നിനക്കൊരു ഗുണമുണ്ട്. നീ സംഖ്യയല്ല. ഞാൻ പിന്നെ നാളെ വേണമെങ്കിൽ നിനക്ക് കമ്മിയാവാം, നാളെ വേണമെങ്കിൽ നിനക്ക് കൊങ്ങിയാവാം, നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചാടാം.